അല്ലാഹു 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 അല്ലാഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അമ്മാ ബഅദ്. ധാരാളം ഔഷധങ്ങളുള്ള ഒരു അത്ഭുത ചെടിയാണ് കറ്റാർവാഴ, അലോവറ. കറ്റാർവാഴയുടെ പ്രയോജനങ്ങളും ഗുണമേന്മകളും ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം വായ്തോരാതെ സംസാരിക്കുന്നുണ്ട്. കറ്റാർവാഴ ജ്യൂസ് അടിച്ചു കുടിച്ചാലും അത് മുഖത്ത് പുരട്ടിയാലും സൂര്യാഘാതമേറ്റ തൊലികളിൽ പുരട്ടിയാലും വളരെ അധികം ഗുണം ചെയ്യുന്നതാണ്. കറ്റാർവാഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത, പ്രയോജനം, അത് മുഖത്ത് പുരട്ടിയാൽ മുഖത്ത് യുവത്വവും അഴകും നിറവും വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. മുഴുവൻ ബ്യൂട്ടി ചാനലുകളും മുഴുവൻ ബ്യൂട്ടി പഠനങ്ങളും കറ്റാർവാഴ മുഖത്ത് പുരട്ടിക്കഴിഞ്ഞാൽ സൗന്ദര്യവർദ്ധനവിന്റെ ഒന്നാമത്തെ മരുന്നായി എടുത്തു പറയുന്നുണ്ട്. കറ്റാർവാഴയുടെ മഹത്വം പറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കൂടി നാം ചേർത്ത് പഠിക്കേണ്ടതുണ്ട്. കറ്റാർവാഴയുടെ ഗുണമേന്മകൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പുണ്യപ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ പഠിപ്പിക്കുകയുണ്ടായി. ഇമാം അബൂ ദാവൂദ്, ഇമാം നസായി ഇരുവരും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. മഹദി ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഒരിക്കൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ എന്റെ ശരീരത്തിൽ, എന്റെ മുഖത്ത് കറ്റാർവാഴ തേച്ചിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, മാ ഹാദാ യാ ഉമ്മ സലമ, അല്ലയോ ഉമ്മു സലമ, ഇതെന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നമാ ഹുവ സബിറുൻ യാ റസൂലല്ലാഹ്, നബിയെ ഇത് സബിറാണ്, അതായത് ഇത് കറ്റാർവാഴയാണ്. ലൈസ ഫീഹി തീബ്, ഇതിൽ സുഗന്ധമില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ എന്നോട് അരുളി, ഇന്നഹു യശുബ്ബുൽ വജ്ഹ, തീർച്ചയായും ഇത് മുഖത്തിന് സൗന്ദര്യം വർദ്ധിപ്പിക്കും, യുവത്വം നിലനിർത്തും. ഫലാ തജഅലിഹി ഇല്ലാ ബില്ലൈലി വതൻസഇഹി ബിന്നഹാർ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ പകലിൽ ഇത് തേക്കുന്നത് ഒഴിവാക്കണം, രാത്രിയിൽ ഇതിനെ നീ പുരട്ടണമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഈ ഹദീസിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ അന്യപുരുഷന്മാരുടെ മുമ്പിൽ സുഗന്ധം പൂശി നടക്കാൻ പാടില്ല. അവരുടെ ഭർത്താവിന്റെയും മഹറമായ പുരുഷന്മാരുടെയും മുമ്പിലാണ് അവൾക്ക് സുഗന്ധവും അവളുടെ സൗന്ദര്യവും പ്രകടിപ്പിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഉമ്മു സലമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയെ ഇതിൽ സുഗന്ധമില്ല. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മറ്റൊരു പ്രയോജനമാണ് പറഞ്ഞത്, ഇത് മുഖത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കും, യുവത്വം നിലനിർത്തും. അതുകൊണ്ടായിരിക്കാം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞത്, നീ രാത്രിയിൽ ഇത് പുരട്ടണം, പകലിൽ ഒഴിവാക്കണം. കാരണം പകലിൽ പുരട്ടിയാൽ അന്യപുരുഷന്മാരെ ആകർഷിക്കാൻ കാരണമായി തീരുന്നതാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കണ്ണ് രോഗങ്ങൾക്ക് വരെ കറ്റാർവാഴയുടെ ജെൽ, അതിന്റെ നീര് ഉപയോഗിച്ചിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇഹ്റാം കെട്ടിയ ഒരു വ്യക്തിക്ക് കണ്ണിന് അസുഖം വന്നപ്പോൾ ആ വ്യക്തി നബിതങ്ങളോട് ആവലാതി പറഞ്ഞപ്പോൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലമ്മിദഹ ബിസ്സബ്ർ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ കറ്റാർവാഴ കൊണ്ട് ചികിത്സിക്കണം, അതുകൊണ്ട് നീ കെട്ടണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. കറ്റാർവാഴ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വിഷയം, അതിനെപ്പറ്റി അറിയുന്നവരോട് ചോദിച്ച് അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. കാരണം കറ്റാർവാഴ ജെല്ലുണ്ടാക്കുമ്പോൾ അത് മുറിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ദ്രാവകം അത് ചിലപ്പോൾ പലർക്കും അലർജിക്ക് വരെ കാരണമാകും. ആ നീര് കളയാൻ മുറിച്ചതിനു ശേഷം കുറച്ചു നേരം പാത്രത്തിലോ അല്ലെങ്കിൽ കടലാസിലോ മറ്റോ അത് കുത്തിച്ചാരി വെക്കുന്നത് വളരെയധികം നല്ലതാണ്. ചുരുക്കത്തിൽ പരലോക രക്ഷക്കും വിജയത്തിനുമുള്ള കാര്യങ്ങൾ മാത്രമല്ല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഭൗതിക ജീവിതം മനോഹരമാക്കാനും ശാരീരിക കരുത്തും ഭംഗിയും കാത്തു സൂക്ഷിക്കാനുമുള്ള മാർഗങ്ങളും വഴികളും
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും ലോകത്തിന് പകർന്നു കൊടുക്കുവാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. محمد صلى الله صلى الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله